പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി എന്താണോ പാലക്കാട് ചെയ്തിട്ടുള്ളത് അതിനപ്പുറം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇനി എനിക്ക് വർക്ക് ചെയ്യണം, കോളേജുകൾ കേന്ദ്രീകരിച്ചാണെന്ന് തോന്നുന്നു ഷാഫി പറമ്പിൽ MLA വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. ആ ആൾ പോലും എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്താ അറിയോ, എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനാണ്, കാരണം എനിക്കറിയില്ലായിരുന്നു ഈ വ്യക്തി എന്താണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടീനെ എങ്ങനെ ഇവർ മിസ്യൂസ് ചെയ്തു, അതെനിക്ക് ആ കുട്ടീനോട് ചോദിക്കാൻ പോലും പേടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ടും ഈ വിഷയമൊക്കെ നടക്കുന്ന സമയത്തും ഇവൻ ആ പെൺകുട്ടികളോട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താ എനിക്കെതിരെ പരാതിപ്പെടുന്നില്ലേ, നീ എന്താ എനിക്കെതിരെ പറയുന്നില്ലേ എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് എന്തു പറഞ്ഞാൽ എങ്ങനെ ഈ സ്ത്രീകളെ ട്രോമയിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നീ മാനനഷ്ട കേസിന് പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം, നിന്നെ വളർത്തിയതൊരു അമ്മയല്ലേ, എന്നെ വളർത്തിയത് ഒരു ഉമ്മയാണ്. എൻ്റെ ഉമ്മേനെ ഞാൻ എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിലും അടക്കം എഴുതിയിടുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉമ്മ ഒരു സ്ത്രീ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ കരുത്തയായ സ്ത്രീയാണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. ഞാൻ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ വളർത്തിയ മകനാണ് അവൻ എന്നാണ്. അപ്പം ഞാൻ അവനോട് അതിൻ്റെ മുമ്പ് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതവൻ അവിടെ ഇന്നലെ പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മയോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നീ ഇപ്പം മെൻ്റൽ സ്ട്രെസ്സായിട്ട് നിൽക്കുമ്പോൾ നിന്റെ അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് അവരനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ന് പറഞ്ഞ ഷഹനാസിൻ്റെ മെസ്സേജ് എന്താ രാഹുൽ മാങ്കൂട്ടം പറയാത്ത?